വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഓരോ ബോഡി പാർട്ടും എങ്ങനെ എക്സ്ഫോളിയേറ്റ് ചെയ്യുക എന്നതിനെ പറ്റിയിട്ടാണ്. അതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോസ് ഒരുപാട് ചാനലിലുണ്ട്. അതൊക്കെ ഒന്ന് കയറി കാണുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക്, ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമുക്ക് എക്സ്ഫോളിയേഷനെ പറ്റി നോക്കാം. എക്സ്ഫോളിയേഷൻ എങ്ങനെ ചെയ്യാം എന്ന് പറയുന്നതിന് മുന്നേ എന്താണ് എക്സ്ഫോളിയേഷൻ നമുക്ക് നോക്കാം. എക്സ്ഫോളിയേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത്. അത് നാച്ചുറൽ ആയിട്ട് നടക്കും. പക്ഷെ സർട്ടൻ പീരീഡ് കഴിയുമ്പോൾ നമ്മുടെ ബോഡി അത് പ്രോപ്പറായിട്ട് നടത്താത്തപ്പോൾ നമ്മളായിട്ട് തന്നെ ആ കാര്യം കയ്യിലെടുത്ത് നമ്മളൊന്ന് ബോഡി എക്സ്ഫോളിയേറ്റ് ചെയ്ത് കൊടുക്കും. അത് ഫേസ് ആയിക്കോട്ടെ, ബോഡി ആയിക്കോട്ടെ, സ്കാൽപ്പ് ആയിക്കോട്ടെ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ആവുകയും നമ്മുടെ ഫേസ് ബോഡിക്കകത്ത് കുറച്ച് ബേബി സ്കിൻ, നമ്മുടെ ന്യൂ സ്കിൻ പുറത്തോട്ട് വരികയും ചെയ്യും. അപ്പൊ നമ്മുടെ സ്കിന്നിന് ഒരു ഷൈനസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് പറ്റും. ടാനിങ് പോലെയുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് പറ്റും. സ്കാൽപ്പിൽ സിറ്റുവേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ ഡെഡ് സ്കിൻ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഴുക്കിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ പെട്ടെന്ന് ഹെയർ ഫോൾ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് മാറ്റാനായിട്ടും നമുക്ക് ഈ ഒരു എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞ എക്സ്ഫോളിയേഷൻ. ഇനി എങ്ങനെയൊക്കെ എക്സ്ഫോളിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഫിസിക്കലായിട്ട് നമുക്ക് എക്സ്ഫോളിയേറ്റ് ചെയ്യാം. അതായത് ഫിസിക്കൽ സ്ക്രബുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കെമിക്കൽ പീൽസുകൾ നമ്മൾ എക്സ്ഫോളിയേഷന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എൻസൈം ബേസ് ആയിട്ടുള്ള എക്സ്ഫോളിയേഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് പറയുന്നത് ഓരോ ബോഡി പാർട്ടിനും ചേരുന്നത് ഏതൊക്കെയാണ്, ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ എവിടെയാണ് ചേരുന്നത്, അതുപോലെ തന്നെ കെമിക്കൽ എക്സ്ഫോളിയേഷൻ എവിടെയാണ് ചേരുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ഓരോ ബോഡി പാർട്ട് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. എന്നിട്ട് ഫസ്റ്റ് നമ്മുടെ ഫേസ് തന്നെ എടുക്കാം. ഫേസിൽ നമുക്ക് ഫിസിക്കൽ എക്സ്ഫോളിയേഷനും പറ്റും, അതുപോലെ തന്നെ കെമിക്കൽ എക്സ്ഫോളിയേഷനും പറ്റും. പണ്ട് മുതലേ നമ്മൾ എക്സ്ഫോളിയേഷൻ എന്നുള്ള പ്രോസസ്സ് നമ്മുടെ സ്കിന്നിൽ നടത്താറുണ്ട്. നിങ്ങൾ വീട്ടിൽ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് മുതലേ കടലമാവ്, അതല്ലെങ്കിൽ അരിപ്പൊടി, കടലമാവ് ഒക്കെ വെച്ചിട്ട് കടലമാവ്, അരിപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ പയറുപൊടിയൊക്കെ വെച്ചിട്ട് ഫേസിൽ റബ്ബ് ചെയ്യാറില്ലേ, അല്ലെങ്കിൽ നമ്മുടെ മഞ്ഞളൊക്കെ, ഇതെല്ലാം ഒരു ടൈപ്പ് എക്സ്ഫോളിയേഷൻ ആണ്. അപ്പൊ ഇത് കാരണം നമ്മുടെ ഡെഡ് സ്കിൻ ഒരു പരിധി വരെ റിമൂവ് ആയി പോകും. പക്ഷേ ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ ഒരു കുഴപ്പം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ നോർമൽ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീണ്ടും നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ മാത്രമല്ല, നമ്മൾ ആ എടുക്കുന്ന പൊടി അത് ഫൈൻ ആയിട്ടുള്ള ഗ്രാന്യൂൾസ് അല്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ കോമൺ ആയിട്ട് എക്സ്ഫോളിയേഷന് DIY ആയിട്ട് യൂസ് ചെയ്യുന്നത് കോഫി സ്ക്രബറാണ്. ഇതൊന്നും ഫൈൻ അല്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ, പ്രത്യേകിച്ച് ബോഡി അല്ല നമ്മുടെ ഫേസിൽ ഇത് മൈക്രോ ടിയേഴ്സ് ഉണ്ടാക്കും. അത് നമുക്ക് പെട്ടെന്ന് പിഗ്മെന്റേഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് വരും. അതുകൊണ്ടാണ് ഫിസിക്കൽ എക്സ്ഫോളിയേഷനേക്കാളും നമ്മുടെ ഫേസിൽ കുറച്ചും കൂടെ നല്ലത് കെമിക്കൽ ടൈപ്പ് എക്സ്ഫോളിയേഷൻ ആണ്. എന്ന് പറഞ്ഞിട്ട് ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ അഴുക്കാണ് എന്ന് ഞാൻ പറയത്തില്ല. കാരണം ഇപ്പോ ഈ ഒരു എറയിൽ, അതായത് ഇപ്പൊ നമ്മുടെ സ്കിൻ കെയർ കുറച്ചും കൂടെയൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാർ പ്രോപ്പർ ആയിട്ടുള്ള ഫിസിക്കൽ സ്ക്രബുകൾ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ കെമിസ്റ്റഡ് പ്ലേയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഒരുപാട് കൊറിയൻ ബ്രാൻഡുകളൊക്കെ നല്ല രീതിയിലുള്ള ഫൈൻ ഗ്രാന്യൂൾസ് ഉള്ള ഫിസിക്കൽ സ്ക്രബുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കെമിസ്ട്രി പ്ലേ മാത്രമാണ്. അപ്പൊ ഞാൻ അത് മാത്രം പറയാം. വേറെ ഒരു ഫിസിക്കൽ സ്ക്രബ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ചില സ്ക്രബുകൾ മാത്രമേ നമുക്ക് ഒരു വീക്കിലി എങ്കിലും നമ്മുടെ ഫേസിൽ നമ്മൾ ഫിസിക്കൽ സ്ക്രബായിട്ട് ഉപയോഗിക്കാറുള്ളൂ. പക്ഷെ പേഴ്സണൽ ഫേവറേറ്റിന്റെ അടുത്ത് ഫേസിൽ യൂസ് ചെയ്യാൻ ഏത് എന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും അത് കെമിക്കൽ എക്സ്ഫോളിയേറ്റേഴ്സ് ആണെന്ന് പറയും. ഏതൊക്കെയാന്ന് വെച്ചാൽ AHAs, BHAs, PHA, LHA ഇങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങളാണ് നമ്മൾ കെമിക്കൽ എക്സ്ഫോളിയേറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്കിന്നിനകത്തുള്ള ഡെഡ് സ്കിന്നല്ലേ, അതിന് പിടിച്ചു നിർത്തുന്ന ബോണ്ടിനെ ബ്രേക്ക് ചെയ്യും. ആ ബ്രേക്ക് ചെയ്തിട്ട് ഡെഡ് സ്കിൻ റിമൂവ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് നമ്മുടെ ഫേസിലെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനായിട്ട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വേ. അടുത്താണ് എൻസൈം ബേസ് ആയിട്ടുള്ള കെമിക്കൽ എക്സ്ഫോളിയേഷൻ. എൻസൈം ബേസിലും അവർ യൂസ് ചെയ്യുന്നത് മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസും അതിൻ്റെ കൂടെ തന്നെ കെമിക്കൽ ആയിട്ടുള്ള HAസും BHAസും കൂടെയാണ്. ഇത് നമ്മുടെ സ്കിന്നിന്റെ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ നമ്മുടെ ഫേസിൽ മൈക്രോ ടിയേഴ്സ് ഉണ്ടാക്കാറുമില്ല. അപ്പൊ ഇങ്ങനത്തെ ചില സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഫേസ് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത്. ഇനി AHA, BHA, PHA എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ AHA എന്താണെന്ന് വെച്ചാൽ ഇത് ആൽഫ ഹൈഡ്രോക്സി ആസിഡ് എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, മെന്റലിക് ആസിഡ് ഒക്കെയാണ് ആൽഫ ഹൈഡ്രോക്സി ആസിഡ്. ഇത് നമ്മുടെ സ്കിന്നിനകത്തുള്ള ഡെഡ് സ്കിന്നിനെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിനകത്ത് ഗ്ലൈക്കോളിക് ആസിഡ് ആണ് ഏറ്റവും ഡീപ്പായിട്ട് പോയി പെനിട്രേറ്റ് ചെയ്യുന്നത്. അത് ലാക്റ്റിക് ആസിഡ് ആണെങ്കിൽ ഒരു പരിധി വരെ മാത്രമേ പെനിട്രേറ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. അതിന്റെ അത്ര പോലും പെനിട്രേറ്റ് ചെയ്യില്ല മെന്റലിക് ആസിഡ്. അപ്പൊ നമ്മുടെ സ്കിൻ ടൈപ്പ് വെച്ചിട്ട് നമുക്കിത് ഇതെടുക്കാനായിട്ട് പറ്റും. അതായത് നിങ്ങളുടെ നല്ല സെൻസിറ്റീവ് സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നല്ലത് മെന്റലിക് ആസിഡ് ആണ്. അതല്ല നിങ്ങൾക്ക്
അധികം സെൻസിറ്റീവ് അല്ല, എന്നാൽ നിങ്ങളുടെ നോർമൽ സ്കിന്നാണ്, ഓവറായിട്ട് നിങ്ങൾക്ക് ഒരു എക്സ്ഫോളിയേഷൻ ഗ്ലൈക്കോളിക് ആസിഡ് നിങ്ങളുടെ സ്കിന്നിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് ലാക്റ്റിക് ആസിഡ് ആണ്. അതല്ല നിങ്ങളുടെ സ്കിൻ ഗ്ലൈക്കോളിക് ആസിഡ് ടോളറേറ്റ് ചെയ്യുമെങ്കിൽ ഏറ്റവും നല്ലൊരു മെത്തേഡ് ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. കാരണം ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യുന്നതിന്റെ കൂടെ ഇത് പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്താണ് BHA എന്ന് പറയുന്നത് ബീറ്റ ഹൈഡ്രോക്സി ആസിഡ് ആണ്. ഇത് നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനായിട്ടല്ല ഹെൽപ്പ് ചെയ്യുന്നത്, ഇത് കൂടുതലായിട്ട് നമ്മുടെ പോസിനെ ക്ലെൻസ് ചെയ്യാനായിട്ടാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഡെഡ് സ്കിൻ കളയുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ പോസിനെയും കൂടെ ക്ലെൻസ് ആക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എക്സ്ഫോളിയേഷന്റെ സമയത്ത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ ഫ്യൂച്ചറിൽ പിമ്പിൾസ് വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ കെമിക്കൽ പീൽ AHAയും BHA ഒക്കെ അടങ്ങി വരുന്നത്. അപ്പൊ BHAയിലായിട്ട് വരുന്നതാണ് സാലിസിലിക് ആസിഡ്. ഇത് നമ്മുടെ പോസിൽ ഡീപ്പായിട്ട് ഇറങ്ങിച്ചെന്ന് പോസിനകത്തിരിക്കുന്ന എക്സീവായിട്ടുള്ള ഓയിൽ എടുത്തു കളയും, ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യും. പിന്നെ പോസിനകത്തിരിക്കുന്ന അക്യുമുലേഷൻസ് ഉണ്ടാവില്ല, ഡെഡ് സ്കിൻ ആയിക്കോട്ടെ ഡേർട്ട് ആയിക്കോട്ടെ എന്തായാലും അതിനെ എടുത്ത് പുറത്ത് കളയാനായിട്ട് BHAs ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ പിന്നെ PHA എന്ന് വെച്ചാൽ പോളിഹൈഡ്രോക്സി ആസിഡ്, ഇത് ബേസിക്കലി ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ അടങ്ങുന്നതാണ് നമ്മുടെ ഫേസിൽ എപ്പോഴും എക്സ്ഫോളിയേഷന് വേണ്ടി യൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഒരു പെർട്ടിക്കുലർ കൺസേൺ, അതായത് ഹൈപ്പർ പിഗ്മെന്റേഷൻ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലൈക്കോളിക് ആസിഡ് മാത്രം യൂസ് ചെയ്താൽ മതി. പക്ഷെ ജനറൽ ആയിട്ട് നമുക്കൊരു കംപ്ലീറ്റ് എക്സ്ഫോളിയേഷൻ ഫേസിൽ വേണം എന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ല നമ്മുടെ കെമിക്കൽ പീലുകൾ യൂസ് ചെയ്യുന്നതാണ്. അതിൽ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കെമിക്കൽ പീൽസുകൾ നമ്മുടെ മിനിമലിസ്റ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. 10% തന്നെ ഉള്ളത്, 15% ഡെർമക്കോയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ക്ലേക്കോയിൽ എൻസൈം ബേസ്ഡ് ആയിട്ടുള്ള സ്ക്രബ് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ കെമിസ്റ്റഡ് പ്ലേയുടെ ഫിസിക്കൽ എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വീക്കിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമ്മുടെ ഫേസിൽ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനായിട്ട്, ഫേസിനെ ഒന്ന് ടാനിങ് ഒക്കെ ഒന്ന് മാറ്റാനായിട്ടും, പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റന്റ് ഗ്ലോയ്ക്കൊക്കെ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമുക്ക് അത് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൈപ്പർ പിഗ്മെന്റേഷന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ടാനിങ് മാറ്റാനായിട്ട്, ഫേസിന്റെ ഗ്ലോ കീപ്പപ്പ് ചെയ്യാനായിട്ട്, ഫേസിന് ആ ഒരു എന്താ പറയുന്ന ഒരു യൂത്ത്ഫുൾനെസ് കീപ്പപ്പ് ചെയ്യാൻ എക്സ്ഫോളിയേഷന് വേണ്ടി നമുക്ക് കെമിക്കൽ എക്സ്ഫോളിയേറ്റേഴ്സ് ആണ് ഫേസിൽ എപ്പോഴും നന്നായിട്ടുള്ളത്. കെമിക്കൽ എക്സ്ഫോളിയേറ്റ് അഴിക്കുകയെന്നല്ല, പക്ഷെ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് പ്രോപ്പർ ആയിട്ടുള്ള സെലക്ട് ചെയ്യുക. ഞാൻ കെമിസ്ട്രി പ്ലേ മാത്രമേ ഇപ്പൊ പറയത്തുള്ളൂ. എൻസൈം ബേസ്ഡ് ആയിട്ടാണെങ്കിൽ നമ്മുടെ ക്ലേക്കോയുടെ നല്ല ഓപ്ഷനാണ്. അതല്ല കെമിക്കൽ എക്സ്ഫോളിയേഷൻ മാത്രം മതിയെങ്കിൽ മിനിമലിസ്റ്റിലും ഡെർമക്കോയിലും ഉള്ളത് ഏറ്റവും നന്നായിട്ടുണ്ട്. അതല്ല നിങ്ങൾ ഓൾറെഡി ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള എക്സ്ഫോളിയേറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഓർഡിനറിയുടെയോ അല്ലെങ്കിൽ മിനിമലിസ്റ്റിന്റെയോ ഡെർമക്കോയുടെ 30% ആൻഡ് എബോ ഉള്ള കെമിക്കൽ പീൽസ് ഫേസിൽ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫേസിൽ ഡെഡ് സ്കിൻ ഉള്ളതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലും പെട്ടെന്ന് ഡെഡ് സ്കിൻ വരും. ഇത് നമ്മൾ അധികം ശ്രദ്ധിക്കാറില്ല, കാരണം നമ്മുടെ ഫേസിലെ സ്കിൻ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ബോഡിയുടെ സ്കിൻ കുറച്ചുകൂടെ തിക്കാണ്, കുറച്ചും കൂടി ചിലപ്പോൾ കളർ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഇത് ബോഡിയിൽ ഉള്ളതാണ്, കുഴപ്പമില്ല, നമ്മൾ എന്നും എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ സോപ്പോ അല്ലെങ്കിൽ ഒരു ബോഡി വാഷോ വെച്ച് ബോഡി എന്ന് സ്ഥിരം കഴുകിക്കൊണ്ടിരിക്കും. നമ്മളൊരു ഡെഡ് സ്കിൻ റിമൂവൽ പ്രോപ്പർ ആയിട്ട് അവിടെ നടത്തുന്നില്ല, അഴുക്ക് മാത്രം ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കും. ഡെഡ് സ്കിൻ അക്യുമുലേഷൻ ഉണ്ടെങ്കിൽ നമ്മളത് പ്രോപ്പർ ആയിട്ട് റിമൂവ് ചെയ്യാറില്ല. അതിന് ഏറ്റവും നല്ലതാണ് ഫിസിക്കൽ സ്ക്രബുകൾ. ഞാൻ ഫിസിക്കൽ സ്ക്രബ് എന്ന് ഉദ്ദേശിച്ചത് ലോഫ പോലെയുള്ള സാധനങ്ങളല്ല, ഞാൻ ഉദ്ദേശിക്കുക ലിറ്റൽ സ്ക്രബുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ കെമിസ്ട്രി പ്ലേ ഫേസിൽ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ക്രബുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് നമ്മൾ വീക്കിലി വൺസോ ടോയ്സോ നമ്മുടെ ബോഡിയിൽ യൂസ് ചെയ്യാം. ഇത് നോർമൽ സ്കിൻ ഉള്ള ആൾക്കാർക്ക് മാത്രമല്ല, നമുക്ക് സ്ട്രോബെറി സ്കിൻ ഉണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് നല്ല ഡെഡ് സ്കിൻ ഒക്കെ നല്ല രീതിയിൽ ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സ്ഫോളിയേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇതിനു വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഡവിന്റെ സ്ക്രബുകൾ. ഇത് കുറച്ച് വലിയ ഗ്രാന്യൂൾസ് ആണ്, നിങ്ങൾക്ക് അത് എടുക്കുമ്പോൾ തന്നെ അറിയാം, കുറച്ച് വലിയ ഗ്രാന്യൂൾ ആയിരിക്കും. പക്ഷേ ഇത് നമ്മുടെ ബോഡിയിലുള്ള ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാൻ ബെസ്റ്റ് ആണ്. കാരണം ഫേസിലെ സ്കിൻ കമ്പയർ ചെയ്യുമ്പോൾ ബോഡിയിലെ സ്കിൻ കുറച്ചുകൂടെ തിക്ക് ആയതുകൊണ്ട് ഈ സ്ക്രബുകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരിക്കലും ഒരു മൈക്രോ ടിയറോ അതുപോലെ തന്നെ പിഗ്മെന്റേഷനോ വരാനായിട്ട് പോണില്ല. അടുത്താണ് നമ്മുടെ ബോഡി വൈസിന്റെ 10% AHA അടങ്ങിയ സ്ക്രബ്, ബോഡി സ്ക്രബ് നല്ല ഓപ്ഷനാണ്. അതല്ലെങ്കിൽ നമ്മുടെ കെമിസ്ട്രി പ്ലേയുടെ കോഫി സ്ക്രബോ അതല്ലെങ്കിൽ നമ്മുടെ കഫേന്റെ ബോഡി സ്ക്രബും നല്ല ഓപ്ഷൻസ് ആണ്. ഇത് 4 ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, ഇത് ഡെയിലി യൂസ് ചെയ്ത് വീക്കിലി 2 പ്രാവശ്യം 3 പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളിതൊരു നോർമൽ സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീക്കിലി വൺസ് യൂസ് ചെയ്താലും മതി. പക്ഷെ നല്ല ഡ്രൈ സ്കിൻ, സ്ട്രോബെറി സ്കിൻ പോലെയുള്ള ആൾക്കാർ, അതുപോലെ ഇച്ചിരി ഡ്രൈ സ്കിന്നൊക്കെ, കുറച്ച് എക്സീവായിട്ട് ഡ്രൈ സ്കിന്നൊക്കെ ഉള്ള ആൾക്കാർ 2 3 തവണ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 തവണയൊക്കെ യൂസ് ചെയ്താലും കുഴപ്പമില്ല. 3 ഞാൻ പറഞ്ഞുവെങ്കിലും 3ലോട്ട് പോകാത്ത നല്ലത്, 2 മതി നമുക്ക്. പിന്നെ നമുക്ക് AHA BHA ബോഡി വാഷസ് ഡെയിലി എക്സ്ഫോളിയേഷന് നല്ലതാണ്. ഇപ്പൊ എല്ലായിടത്തും ചോദിക്കുന്ന ഡൗട്ടാണ്, ഞാൻ ഡെയിലി എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വീക്കിലി എക്സ്ഫോളിയേഷൻ ആവശ്യമാണെന്ന്. ഡെഫിനറ്റ്ലി ആവശ്യമാണ്. ഡെയിലി എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ബോഡി വാഷ്, അതിന് പ്രോപ്പറായിട്ട് ചിലപ്പോൾ നമ്മൾ ഡെഡ് സ്കിൻ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ വീക്കിലി വൺസ് ഒരു
ബോഡി സ്ക്രബ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിട്ടുള്ള കാര്യമാണ്. അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന HA ബോഡി വാഷസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെമിസ്ട്രി പ്ലേയിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബി ബോഡി വേസ്റ്റിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫിക്സ്ഡെർമയിലുണ്ട്, പിന്നെ നമ്മുടെ ഡവിലുണ്ട്, ഡീകൺസ്ട്രക്റ്റിലുണ്ട്. അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾക്ക് HA ബോഡി വാഷ് ഉണ്ട്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പെർട്ടിക്കുലർ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, പ്രത്യേകിച്ചും എനിക്ക് ടാനിങ് ഒക്കെ ഉണ്ട്, എനിക്ക് കുറച്ച് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ ബോഡി ഉള്ളതുകൊണ്ട് ഞാൻ പെർട്ടിക്കുലർ ആയിട്ട് ചെയ്യുന്ന വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് 6, ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡ് 7 ആണ്. 6ഓ 7ഓ ഏതെങ്കിലും ഒരു 5% മുകളിൽ ഏതെങ്കിലും ഒരു ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ നിങ്ങൾക്ക് ഡെയിലി ബോഡിയിൽ അപ്ലൈ ചെയ്യാം. ഇത്ര കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബോഡി വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തുടച്ചിട്ട് ഈ ഒരു ടോണർ നമുക്ക് കുറച്ച് സ്പ്രേ ബോട്ടിലോട്ട് ആക്കിയിട്ട് സ്പ്രേ ചെയ്താൽ മതി. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊരു 3 ദിവസം മാക്സിമം സ്പ്രേ ബോട്ടിൽ വെക്കാവുള്ളൂ. കുറച്ച് കുറച്ചെടുത്ത് റീഫിൽ ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നന്നായിട്ടുള്ള കാര്യം. അതിനുശേഷം നിങ്ങൾക്ക് പിന്നെ ഒരു HA ബോഡി മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള ഒരു തിക്ക് ബോഡി മോയ്സ്ചറൈസർ ഏതെന്ന് വെച്ചാൽ അത് ഫോളോ അപ്പ് ചെയ്യുക. തിക്കോ ലൈറ്റോ ഏതെങ്കിലും ആയിട്ട് നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ ടൈപ്പ്. മിനിമലിസ്റ്റിന്റെ നാസിനമൈഡ് ബോഡി മോയ്സ്ചറൈസർ, അതുപോലെ തന്നെ നമ്മുടെ വാസ്ലിന്റെ ഗ്ലൂട്ടാഹയ ബോഡി മോയ്സ്ചറൈസർ, അങ്ങനെ അതിൽ നമ്മുടെ വിഷ് കെയറിന്റെ വിറ്റാമിൻ സി അടങ്ങിയ ബോഡി മോയ്സ്ചറൈസർ, അങ്ങനെ ഏതെങ്കിലും ഒരു ബോഡി മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം, ഞാൻ ചെയ്യുന്ന കാര്യമാണ്, ഞാൻ വീക്ക്ലി വൺസ് ഒരു നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്ന എക്സ്ഫോളിയേറ്റർ ഇല്ലേ, ഹൈ കോൺസെൻട്രേഷനുള്ള കെമിക്കൽ പീൽസ്, അത് ഞാൻ ബോഡിയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. അത് ഞാൻ ഫുൾ ബോഡിയിൽ തന്നെ അപ്ലൈ ചെയ്യുന്ന ഒരു സാധനമാണ്. അതെനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തായിട്ട് ഫീൽ ആയിട്ടുണ്ട്. കാരണം എനിക്ക് നല്ല രീതിയിൽ ടാനിങ് മാറ്റിയിട്ട് എനിക്ക് ആ ഒരു ചേഞ്ച് ഡെഫിനറ്റ്ലി എൻ്റെ സ്കിൻ എനിക്ക് മനസ്സിലാക്കി തന്നത് ഈ ഒരു കെമിക്കൽ പീലാണ്. ഞാൻ വീക്ക്ലി വൺസ് ഡെഫിനറ്റ്ലി ബോഡിയിൽ അപ്ലൈ ചെയ്യും. പക്ഷെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ പീൽ യൂസ് ചെയ്യുന്നതിന്റെ ദിവസം ഞാൻ ഒരിക്കലും ഒരു HA ബോഡി വാഷ് ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ഡവിന്റെ സോപ്പോ പിയേഴ്സിന്റെ സോപ്പോ അതല്ലെങ്കിൽ ബി ബോഡി വേസിന്റെ നാസിനമൈഡ് ബോഡി വാഷോ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ ഞാൻ ഈ ഒരു പീൽ അപ്ലൈ ചെയ്യും. ബോഡി വാഷ് ചെയ്തിട്ട് ബോഡി നന്നായിട്ട് തുടച്ചതിന് ശേഷം ഈ ഒരു പീൽ അപ്ലൈ ചെയ്യും. 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക, വാഷ് ഓഫ് ചെയ്യുക. നിങ്ങളുടെ നാസിനമൈഡ് ബോഡി മോയ്സ്ചറൈസറോ അതിൽ ഏതെങ്കിലും HA ഇല്ലാത്തൊരു ബോഡി മോയ്സ്ചറൈസർ കൂടെ ഫോളോ അപ്പ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത്രയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ബോഡിയിലുള്ള ഡെഡ് സ്കിൻ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത എക്സ്ഫോളിയേറ്റിംഗ് പാർട്ട് ഏതെന്ന് പറഞ്ഞു തരട്ടെ. ബോഡി പറഞ്ഞില്ലേ, അപ്പൊ നമ്മുടെ ഫൂട്ട് ഡെഫിനറ്റ്ലി നമ്മളൊരു സ്ക്രബ് കൊണ്ട് മാത്രം എക്സ്ഫോളിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പോവത്തില്ല. അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് യൂറിയ അടങ്ങിയ ക്രീമുകൾ. എക്സ്പെഷ്യലി ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബി ബോഡി വേസിന്റെ യൂറിയ അടങ്ങിയ റോൾ ഓൺസ് കിട്ടും. 20% എബോൾ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നോർമൽ ആണ്, നിങ്ങൾക്ക് അധികം ഇതൊന്നുമില്ല, എന്താ ക്രാക്ക് ഹീൽസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ ഫോളോ അപ്പ് ചെയ്താൽ മതി. അതായത് ഒരു യൂറിയയുടെ റോൾ ഓൺ വാങ്ങിക്കുക, 20% ഉള്ളത്. അത് നമ്മുടെ വീക്കിലി ഒരു 3 ടൈംസ് നമ്മുടെ കാലിന്റെ അവിടെ ഒന്ന് സ്ക്രബ് ചെയ്ത് ഒന്ന് അപ്ലൈ ചെയ്യുക. യൂറിയ നമുക്ക് എക്സ്ഫോളിയേഷനും അതുപോലെ മോയിസ്റ്റ് കീപ്പപ്പ് ചെയ്യാനായിട്ട് തരും. ഇപ്പൊ നമ്മുടെ എന്താ പറയുക, കാല് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും. അതിന്റെ കൂടെ നിങ്ങൾ ബോഡിയിൽ സ്ക്രബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാലിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്യാനായിട്ടും എക്സ്ഫോളിയേറ്റിംഗ് ഇൻഗ്രീഡിയൻസ് ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ ഫൂട്ട് നന്നായിട്ട് ഇരിക്കും. പിന്നെ പ്യുമിക് സ്റ്റോൺ യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ, ക്രാക്ക് ഹീൽസ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട. അതല്ല എന്നുണ്ടെങ്കിൽ പ്യുമിക് സ്റ്റോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഡെയിലി യൂസ് ചെയ്യാൻ നിൽക്കരുത്. 1-2 ദിവസം വീക്കിലി ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ക്രാക്ക് ഹീൽസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് ഈ റോൾ ഓൺസ് ഫൈൻ ആണ്, പക്ഷെ പ്യുമിക് സ്റ്റോൺ ഒരിക്കലും യൂസ് ചെയ്ത് ക്രാക്ക് ഹീലുകൾ എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ പറ്റി നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം, അതൊന്ന് കയറി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മുടെ ഫൂട്ട് നല്ല ക്ലീൻ ആയിട്ടിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് പീല് മാസ്കുകൾ ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട്. ഫേസ് ഷോപ്പിലുണ്ട്, ഡെർംഡോക്കിലും ഒക്കെ പീൽ ഓഫ് മാസ്കുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് നമുക്ക് കുറച്ച് കാലിലിട്ടിട്ട് അത്, പക്ഷെ കുറച്ച് ടൈം എടുക്കും. ഒരു 4-5 ദിവസത്തെ പ്രോസസ്സാണ്. ഞാൻ ചെയ്ത് നോക്കിയതാണ്, ഡെഫിനറ്റ്ലി നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒരു രീതിയിലും കാല് എക്സ്ഫോളിയേറ്റ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ചേഞ്ച് നിങ്ങളുടെ സ്കാലിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാൻ ഓൾറെഡി പീലുകളും യൂറിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് അത്ര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് കിട്ടിയില്ലെങ്കിൽ ഒരു പരിധിവരെ എനിക്കും ആ ഒരു ചേഞ്ച് എനിക്കും കാലിൽ നന്നായിട്ട് ഫീൽ ചെയ്യാം. കുറച്ചും കൂടെ സോഫ്റ്റ് ആയി എൻ്റെ കാല്. അപ്പൊ നിങ്ങൾക്കും അത് വേണമെങ്കിൽ, അങ്ങനത്തെ പീലുകൾ പെട്ടെന്നൊരു കാലൊരു ചേഞ്ച് വേണമെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, പ്യുമിക് സ്റ്റോൺ അല്ലെങ്കിൽ കാലിൽ വരയ്ക്കുന്ന മറ്റുള്ള ടൂൾസുകളൊക്കെ ഡെയിലി യൂസ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക. ഫേസായി, ബോഡിയെ, കാലായി, സ്കാൽപ്പ് എങ്ങനെ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത്? സ്കാൽപ്പ് എക്സ്ഫോളിയേറ്റ് ചെയ്യണം. ഡെഫിനറ്റ്ലി നമുക്ക് സ്കാൽപ്പ് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആക്ച്വലി എക്സ്ഫോളിയേറ്റ് ചെയ്ത ഒരു പരിധി വരെ നമ്മുടെ സ്കാൽപ്പിന്റെ ഹൈജീൻ കീപ്പപ്പ് ചെയ്യാനായിട്ടും ഹെയർ ഫോൾ റിഡ്യൂസ് ചെയ്യാനായിട്ടും നല്ലതാണ്. കാരണം സ്കാൽപ്പിൽ ബിൽഡപ്പ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഫോൾസ് നന്നായിട്ട് ഉണ്ടാവും. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെന്ന് വെച്ചാൽ, നിങ്ങളിതൊരു നോർമൽ സ്കാൽപ്പാണ് അല്ലെങ്കിൽ ഡ്രൈ സ്കാൽപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡ്, ഈവൻ ഓയിലി സ്കാൽപ്പാണെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് ടോണറില്ലേ നമ്മൾ ബോഡിയിൽ യൂസ് ചെയ്ത്, ഇത് നിങ്ങൾക്ക് സ്കാൽപ്പിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക കുളിക്കുന്നതിന് 30 മിനിറ്റ് മുന്നേ. എന്നിട്ട് കുളിക്കുമ്പോൾ നല്ലൊരു ഷാമ്പു വെച്ചിട്ട് കഴുകിക്കളയാനായിട്ട്
പോകാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലുള്ള ഡെഡ് സ്കിൻസ്, അതുപോലെ തന്നെ ഈ വൈറ്റ് ഫ്ലേക്സ് വരത്തില്ലേ നമ്മുടെ സ്കാൽപ്പിൽ, അതൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതല്ല നിങ്ങളുടെ ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ നിങ്ങൾ വീക്കിലി വൺസ് ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുക. പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു സാലിസിലിക് ആസിഡ് സിറം ഇല്ലേ, അതും കൂടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് ആ ഓയിൽനെസ് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊന്നും ഓവർനൈറ്റ് ഇടാനായിട്ട് പാടില്ല. 30 മിനിറ്റ്സ് മാത്രം ഇടുക. ദെൻ വാഷ് ഓഫ് ചെയ്ത് കളയുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വാഷ് ഓഫ് ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇത് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഇപ്പം ചിലപ്പോൾ നമ്മൾ 30 മിനിറ്റ് മുന്നേ ഇട്ടിട്ട് നമ്മൾ ഇപ്പം അന്ന് ഇപ്പോൾ കുളിക്കാൻ പറ്റിയില്ല, അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ ഉള്ള ഡേയ്സിലാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. സമയമുള്ള ദിവസം ഒരു 30 മിനിറ്റ്സ് മുന്നേ സ്കാൽപ്പിൽ ഇത് അപ്ലൈ ചെയ്യുക, വാഷ് ഓഫ് ചെയ്യുക. അത് ഗ്ലൈക്കോളിക് ആസിഡ് ആയിക്കോട്ടെ, അതുപോലെ അല്ലെങ്കിൽ 2% സാലിസിലിക് ആസിഡ് സിറം ആയിക്കോട്ടെ. ഇപ്പം നിങ്ങൾ ഗ്ലൈക്കോളിക് ആസിഡ് സിറം യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ 5% മുകളിലോട്ടുള്ള ക്രീം ഒഴികെയുള്ള ബാക്കി എന്ത് ഗ്ലൈക്കോളിക് ആസിഡ് ഫോർമുലേഷൻ യൂസ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ സ്കാൽപ്പിൽ സ്ക്രബുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്ക്രബ് ഇൻ ദ സെൻസ് നമ്മൾ സ്കാൽപ്പ് സ്ക്രബുകൾ ഡെഫിനറ്റ്ലി വാങ്ങിക്കാൻ കിട്ടും. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് അത് വാഷ് ഓഫ് ചെയ്ത് കളയാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ സ്ക്രബ് നമ്മുടെ സ്കാൽപ്പിൽ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഇറിറ്റേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. എനിക്ക് പണി കിട്ടിയിട്ടുള്ളതാണ്. ഞാൻ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഞാനും സ്കാൽപ്പ് സ്ക്രബ് യൂസ് ചെയ്ത ആളാണ്. പക്ഷെ എനിക്ക് നല്ല രീതിയിൽ പണി കിട്ടി. കാരണം ഞാൻ വിചാരിച്ചു നമ്മൾ ഷവറിന്റെ അണ്ടറിൽ നിന്നിട്ട് നന്നായിട്ട് സ്കാൽപ്പൊക്കെ കഴുകുമ്പോൾ പോയിട്ടുണ്ടാവുമെന്ന്. പക്ഷെ ഒരു പ്രാവശ്യം ഞാൻ പെട്ടെന്ന് ഇറങ്ങി, അത് കാരണം എന്റെ സ്കാൽപ്പിൽ ഇത് ഒന്ന് അവിടെ ഇരുന്നു. ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ നമ്മൾ ഇപ്പൊ ഓൾട്ടർനേറ്റ് ഡേയ്സിലായിരിക്കുമല്ലോ കുളിക്കുന്നത്, ഞാൻ ഹെയർ ഒക്കെ നന്നായിട്ട് ചീവുന്നുണ്ട്, പക്ഷെ ഒരു പൊടി വരുന്നുണ്ട്. പിന്നെയാണ് എനിക്കത് നമ്മൾ വാഷ് ഓഫ് ചെയ്ത് കളയേണ്ട സാധനം ഒരു 3 hour കണ്ടിന്യൂസ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ എനിക്ക് സ്കാൽപ്പ് ഇറിറ്റേഷൻ വരും. അപ്പൊ എനിക്ക് അങ്ങനെ ഇറിറ്റേഷൻ വന്നു. നിങ്ങൾക്ക് അങ്ങനെ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കണ്ട. സ്ക്രബുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും കെമിക്കൽ എക്സ്ഫോളിയേറ്റേഴ്സ് ആണ് സ്കാൽപ്പിലേക്ക് എപ്പോഴും ബെസ്റ്റ് ആയിട്ടുള്ളത്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ എക്സ്ഫോളിയേഷൻ കഴിഞ്ഞതിന് ശേഷം സ്കിന്നിൽ ചെയ്യേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ സൺസ്ക്രീൻ മസ്റ്റായിട്ടും നെക്സ്റ്റ് ഡേ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബോഡിയിൽ, സ്കാൽപ്പിൽ കുഴപ്പമില്ല, ബോഡിയിൽ മസ്റ്റായിട്ട് നമ്മൾ സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്തായാലും എക്സ്ഫോളിയേഷൻ കഴിയുമ്പോൾ ഒരു നല്ല തിക്കായിട്ടുള്ള ബോഡി മോയ്സ്ചറൈസർ, ബോഡി ഓയിൽസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതും ഫോളോ അപ്പ് ചെയ്യാനായിട്ട് മറക്കണ്ട. പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് എക്സ്ഫോളിയേഷൻ നടത്താനും പാടില്ല. അത് നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആക്കും. ഒരു 3 to 4 days അല്ലെങ്കിൽ 1 week ഗ്യാപ്പ് ഡെഫിനറ്റ്ലി, 3 to 4 days അല്ല, ഫേസിലാണെങ്കിൽ 1 week ഡെഫിനറ്റ്ലി ഗ്യാപ്പ് കൊടുക്കുക. ബോഡിയിലാണെങ്കിൽ നമ്മളൊരു 2 to 3 days അല്ലെങ്കിൽ 4 days ഗ്യാപ്പ് കൊടുത്തിട്ട് നെക്സ്റ്റ് എക്സ്ഫോളിയേഷൻ ചെയ്യുന്നതാണ് നല്ലത്. വീക്കിൽ 2 പ്രാവശ്യം ചെയ്യുന്ന ആളാണെങ്കിൽ, ഫേസിൽ ചെയ്യുന്ന ആൾ മിനിമം 1 week എങ്കിലും ഗ്യാപ്പ് കൊടുത്തിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഫോളോ അപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എക്സ്ഫോളിയേഷനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ കെയർ, ഹെയർ കെയർ റിലേറ്റഡ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണ്ട. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടതിന്റെ റീസണും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തതിന്റെ റീസണും കമന്റ് ബോക്സിൽ പറയാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലാണ് വരുന്നത്. നെക്സ്റ്റ് Q&A ആയിട്ട് ട്യൂസ്ഡേ വരുന്നത്. ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.